ഓം ശാന്തി. ധനം ജീവിതത്തിൽ എല്ലാത്തിനും എല്ലാവർക്കും അത്യാവശ്യമായിട്ടൊരു സാധനമാണ്. ആവശ്യത്തിന് ധനം ഉണ്ടെങ്കിൽ മാത്രമാണ് ഏത് കാര്യത്തിന് വേണ്ടിയും തുടങ്ങാനുള്ളതായിരിക്കുന്ന ഒരു ഉന്മേഷമൊക്കെ ഉണ്ടാവുള്ളൂ. ഞാനൊരു കഥ ഓർത്ത് പോവുകയാണ്. മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ചൊല്ല് പോലെ പറയാറുണ്ട്, നിധിയുടെ മേലിരിക്കുന്ന എലിക്ക് മാത്രമേ ഉറിയിലേക്ക് ചാടാൻ പറ്റൂ എന്ന് പറയും. അതായത് ഒരു സന്യാസി തൻ്റെ ആശ്രമത്തിൽ ഭിക്ഷയയച്ച് കിട്ടുന്ന സാധനം, ധാന്യങ്ങളും മണികളും ഒക്കെ സൂക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു പാത്രത്തിലിടതിന് അടച്ചു വെച്ചു. പിറ്റേ ദിവസം നോക്കുമ്പോൾ എലികൾ വന്ന് ആ പാത്രത്തിലുള്ളതായിട്ടുള്ള സാധനത്തിനെയൊക്കെ മറിച്ചിട്ട് എല്ലാം നശിപ്പിച്ചു. അപ്പോൾ പിറ്റേ ദിവസം സന്യാസി വിചാരിക്കുകയാണ്, ഇന്ന് എന്തായാലും താഴെ വെച്ച് കഴിഞ്ഞാൽ എലികൾ ഇതിനെയൊക്കെ തിന്നു തീർക്കും, അതുകൊണ്ട് മേലെ ഒരു ഉറി കെട്ടി തൂക്കിയിട്ടേക്കാം, എന്നാൽ പിന്നെ എലികൾ വന്നുള്ള ശല്യം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ മേലെ ഒരു ഉറി കെട്ടി തൻ്റെ ഭിക്ഷാടനത്തിലെ ധാന്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ച ശേഷം ഈ സന്യാസി ഉറങ്ങാൻ കിടന്നു. രാത്രി അദ്ദേഹം നല്ല ഉറക്കമുള്ള സമയം നോക്കി എലികൾ വന്നു ഒറ്റ ചാട്ടത്തിന് ഉറിയിൽ കയറി. അങ്ങനെ ചാടി ഉറിയിൽ കയറി ധാന്യങ്ങളൊക്കെ തിന്ന ശേഷം തിരിച്ച് ചാടി പോവുകയാണ്. അപ്പോൾ അദ്ദേഹം ആകെ അത്ഭുതപ്പെട്ടു പോയി, ഉറിയിലേക്ക് ചാടി കയറാൻ പറ്റുന്ന എലിയോ? അദ്ദേഹം എന്ത് ചെയ്തു, ഒരു വടിയെടുത്തിട്ട് ഇങ്ങനെ ഈ ഉറിയോട് ചേർത്ത് ചാരി വയ്ക്കും. അപ്പോൾ എലികൾ വന്ന് കയറാൻ തുടങ്ങുമ്പോഴേക്ക് ഈ വടി ഇളകുമ്പോൾ പാത്രം തട്ടി ശബ്ദം ഉണ്ടാവും. അപ്പോൾ ഇദ്ദേഹം ഉറക്കത്തിനുണരും, എലികളെ ഓടിപ്പിക്കും. അങ്ങനെ സ്വസ്ഥമായിട്ട് ഉറങ്ങാനായിട്ട് ഈ സന്യാസിക്ക് പറ്റാത്ത ഒരവസ്ഥയായി പോയി. അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലേക്ക് വന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വടി വെച്ചുറങ്ങുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും, ഇവിടെയുള്ള എലികൾ അവർ വന്നു കഴിഞ്ഞാൽ ഉറിയിലേക്ക് ചാടിക്കേറി എല്ലാ ധാന്യം തിന്ന് തീർത്ത് പോവും, ഒരു രക്ഷയില്ല എന്ന് പറയാണ്. അപ്പോൾ കൂട്ടുകാരൻ സന്യാസി പറയും, ഉറിയുടെ മേലെ ചാടാൻ എനിക്ക് പറ്റണമെങ്കിൽ അത് താമസിക്കുന്നതൊരു നിധിയുടെ മേലെ ആയിരിക്കണം, അത് കണ്ടെടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ എലിയുടെ ശക്തി പോകും. കഥയിൽ പറയുന്നത്, ഇവർ എലികളെ പിന്തുടർന്ന് പോയി കുത്തിത്തുറന്ന് നോക്കിയപ്പോൾ എലി മാളത്തിൻ്റെ അടിയിലായിട്ട് ഒരുപാട് നിധി ഉണ്ടായിരുന്നു എന്നാണ്. ഇത് കഥ. പക്ഷേ സത്യത്തിൽ അങ്ങനെ തന്നെയല്ലേ? ഒരു കാര്യം തുടങ്ങാൻ വേണ്ടി നമ്മൾ നോക്കുന്ന സമയത്ത് ആ തുടങ്ങാൻ ആവശ്യമുള്ളതായിരിക്കുന്ന ധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തന്നെത്താൻ നമുക്ക് തോന്നും, എനിക്ക് ചാടി ഉറി പിടിക്കാമെന്ന് തോന്നും. ശരി തന്നെയല്ലേ? അപ്പം അതുകൊണ്ട് ധനം ആവശ്യത്തിനുണ്ടാവേണ്ടത് അത്യാവശ്യമായിട്ടൊരു ഘടകമാണ്. എന്നാൽ സാധാരണയായിട്ട് നമ്മൾ കാണുന്നതോ, പ്രാർത്ഥിക്കുമ്പോൾ മനുഷ്യന്മാരുടെ മനസ്സിൽ നിന്ന് ഭഗവാനെ എനിക്ക് ആ പൈസ തരണേ തരണേ തരണേ, അത് നടത്തി തരണേ, ഇത് നടത്തി തരണേ, ഇങ്ങനെ തരണം തരണം എന്ന് നമ്മൾ യാചിക്കുന്ന സമയത്ത് അറിയാതെ സംഭവിക്കുന്നൊരു ഫാക്ടറുണ്ട്. എനിക്ക് തരണം തരണം എന്ന് നമ്മൾ യാചിക്കുമ്പോൾ എൻ്റെ ശ്രദ്ധ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ സ്മൃതിയിൽ വരുന്നത് എൻ്റെ ഇല്ലായ്മയാണ്, അല്ലാതെ എൻ്റെ കയ്യിൽ ഇത്ര ഉണ്ട് എന്ന ഒരു ഫീലിംഗ് അല്ല. അതുകൊണ്ട് തന്നെയാണ് ഇല്ലാത്തവരുടെ കയ്യിൽ പൈസ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് കാണാം, ഉള്ളവരുടെ കയ്യിൽ പൈസ വീണ്ടും 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 വന്നു ചേരുന്നതും കാണാം. അപ്പം അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ളതായിരിക്കുന്ന സാധനത്തിന് ഉണ്ട് എന്നതായിട്ടൊരു ഫീൽ എൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ആ സാധനം വീണ്ടും വീണ്ടും എൻ്റെ ഉള്ളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ എനിക്ക് സാധിക്കുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് 3 കാര്യങ്ങൾ, അതായത് എൻ്റെ ലൈഫിലേക്ക് ധനം ആവശ്യത്തിന് വന്ന് ചേരണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ടതായിരിക്കുന്ന 3 ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. കാരണം ഈ പവർഫുള്ളായിരിക്കുന്നതായിട്ടുള്ള തോട്ട്സ്, അഥവാ ഈ 3 ടെക്നിക്ക് എന്നറിഞ്ഞതായിരിക്കുന്ന തോട്ട്സ്, ഇത് തന്നെയാണ് നമ്മുടെ ഉള്ളിനുള്ളിൽ എന്താണോ നമുക്ക് വേണ്ടത് അത് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതായിരിക്കുന്ന കാര്യം. അതിൽ ഒന്നാമത്തെ ഫാക്ടറാണ് ഈ ധനം ഉപയോഗിക്കാനുള്ളതായിരിക്കുന്ന യോഗ്യത എനിക്കുണ്ട് എന്ന് സ്വയം മനസ്സിലാക്കുന്നത്. അതെന്തിൻ്റെ ആധാരത്തിൽ മനസ്സിലാക്കാം? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഭഗവാന്റെ രചനയാണ്. ഈ സൃഷ്ടിയിലെ ഏതൊരു വസ്തുവും ഭഗവാന്റെ രചന തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും ആ ഈശ്വരൻ്റെ മക്കളുമാണ്. അച്ഛൻ്റെ സമ്പത്തിന് മക്കൾക്ക് അവകാശമുണ്ട്, അത് കുട്ടിയോട് പറയേണ്ട കാര്യം കൂടിയില്ല. അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ മനുഷ്യന്മാർ കേസ് കൊടുക്കാൻ വേണ്ടി പോവും, എനിക്ക് അച്ഛൻ്റെ പൈസ കിട്ടേണ്ടതാണ്, കിട്ടിയിട്ടില്ല എന്ന്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എന്തിൻ്റെ ആധാരത്തിലാണ്? അത് എൻ്റെ സമ്പത്താണെന്നുള്ള ആധാരത്തിലാണെങ്കിൽ. എൻ്റെ മുത്തശ്ശൻ്റെ സമ്പത്താണെങ്കിൽ പറയേ വേണ്ട, ആ മുത്തശ്ശൻ്റെ സമ്പത്ത് എനിക്ക് തരാതിരിക്കാനായിട്ടുള്ള ഒരു നിയമങ്ങളും ഇല്ല, എനിക്കത് കിട്ടിയേ പറ്റൂ എന്ന് വാദിക്കുന്നു. ഏത് സമ്പത്തിൻ്റെ ആധാരത്തിൽ ചിന്തിച്ചു നോക്കിയേ, അതെൻ്റെ ബർത്ത് റൈറ്റ് ആണ് എങ്കിൽ അതിനെക്കുറിച്ച് എനിക്ക് പൂർണ്ണമായിട്ട് അവകാശമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇത് ഈ ജന്മത്തിൻ്റെ കാര്യമാണെങ്കിൽ
നമ്മളെല്ലാവരും മനസ്സിലാക്കാതെ പോകുന്നൊരു സത്യമുണ്ട്. ഈ സൃഷ്ടി, പ്രപഞ്ചം ഭഗവാന്റെ രചനയാണ്. ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവും ഭഗവാന്റെ രചനയാണ്. ഈ ഭഗവാന്റെ കുട്ടിയാണ് ഞാനെന്ന ആത്മ അഥവാ ഞാനെന്ന വ്യക്തി. ഈ റോളിലേക്ക്, ഇങ്ങനൊരു ആക്ടിലേക്ക് എന്നെ പറഞ്ഞയച്ച ആൾ സ്വയം ഈശ്വരനാണ്. അപ്പോൾ ഈശ്വരൻ്റെ കുട്ടിയായ എനിക്ക് എന്ത് ധനമാണെങ്കിലും അത് അളവറ്റതായിരിക്കുന്ന സമ്പത്തും സുഖവും അനുഭവിക്കാനുള്ളതായിട്ടുള്ള റൈറ്റും നമുക്കുണ്ട്. ഈ പ്രപഞ്ചത്തിലേക്ക് ഭഗവാൻ നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞയച്ച സമയത്ത് അളവറ്റതായിരിക്കുന്ന ധനവും സമ്പത്തും നമുക്ക് തന്നു തന്നെ പറഞ്ഞയച്ചത്. ആ സമയത്ത് നമ്മുടെ മനസ്സിൻ്റെ തോട്ട്സും അത്രമാത്രം പെർഫെക്റ്റ് ആയിരുന്നതുകൊണ്ട്, എല്ലാ ഗുണങ്ങൾ കൊണ്ടും സമ്പന്നമായിരുന്നതുകൊണ്ട് ആ ധനവും സമ്പത്തും സുഖവും ഒക്കെ നമ്മൾ അളവറ്റ അനുഭവിച്ചവരുമാണ്. പക്ഷേ ജന്മജന്മാന്തരമായിട്ടുള്ള ആക്ടിവിറ്റീസിലൂടെ കടന്നു പോയപ്പോൾ ഓരോ ദിവസവും ഓരോ അനുഭവങ്ങളും നമ്മുടെ ബോധ മനസ്സിലും ഉപബോധ മനസ്സിലും റെക്കോർഡാവാൻ തുടങ്ങി. അതിലുണ്ടായിരുന്ന നെഗറ്റീവായിരിക്കുന്ന എക്സ്പീരിയൻസസ് എഗെയിൻ ആൻഡ് എഗെയിൻ അത്തരം ഫീലിങ്സ് അഥവാ അത്തരം എനർജി നമ്മുടെ ഉള്ളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരികയും അങ്ങനെയാണ് നമ്മുടെയൊക്കെ ഉള്ളിൽ നിന്ന് എനിക്കിതെല്ലാം അനുഭവിക്കാനുള്ള അധികാരമുണ്ട്, ഇതെൻ്റെയാണ് എന്ന ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ നിന്ന് മിസ്സായി പോകുന്നത്. ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. രാജകുമാരനെ വധിക്കാൻ വേണ്ടി ശത്രുക്കൾ വരുമ്പോൾ ആ റാണി രാജകുമാരനെ ഒരു കൊട്ടയിൽ കെടുത്തിയിട്ട് വേസ്റ്റ് സാധനങ്ങൾ കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് തോഴി. അവിടെ ദാസി വളർന്നു കഴിഞ്ഞ് അവൻ രാജകുമാരനാണെന്ന് അവനെ അറിയിച്ചതോടു കൂടിയിട്ട് അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ രാജകുമാരനാണ്, ഇതെൻ്റെ രാജ്യമാണ്, ഇതെനിക്ക് നേടേണ്ടതാണ് എന്നതായിരിക്കുന്ന ആ ഒരു വാഞ്ച അവൻ്റെ ഉള്ളിൽ ശക്തിയെ ഉണർത്തുകയും മറ്റുള്ളവരെ ലീഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിനെ ഉണർത്തിയെടുക്കുകയും വീണ്ടും രാജ്യം പിടിച്ചെടുത്തതായിട്ടും ഈ ഒരു ആശയവുമായിട്ട് പല കഥകൾ നമ്മൾ കുട്ടിക്കാലത്ത് വായിച്ചിട്ടുണ്ടാവും, നോവൽസിൽ വായിച്ചിട്ടുണ്ടായിരിക്കും. ഇന്നും പല സ്റ്റോറീസും ആ രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിലെ സീക്രട്ട് എന്താണെന്നറിയോ? ഇതെൻ്റെയാണ് എന്നും ഞാനിതിന് അവകാശപ്പെട്ടതാണ് എന്നുള്ളതായിരിക്കുന്ന ബോധം നമ്മളുള്ളിൽ വരുമ്പോൾ തന്നെത്താൻ ആ ടൈപ്പ് ഓഫ് പോസിറ്റീവായിട്ടുള്ള ഹൈ ലെവൽ എനർജി, ഹയർ വൈബ്രേഷൻസ് നമ്മളുള്ളിൽ നിന്ന് വരാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് ഞാൻ ദരിദ്രനാണ്, ഞാൻ ഇങ്ങനെയുള്ളൊരു വീട്ടിൽ ജനിച്ചതാണ്, ഞാൻ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്, എൻ്റെ വീട്ടുകാരല്ലധികം പൈസ ഉണ്ടായിരുന്നില്ല, ഇത്തരം എല്ലാ തോട്ട്സിനെയും അതിജീവിച്ചുകൊണ്ട് എനിക്കിത് അനുഭവിക്കാനുള്ള അവകാശമുണ്ടെന്നും അതിനുള്ള യോഗ്യത എനിക്കുമുണ്ട് എന്നതായിരിക്കുന്ന തോട്ട്. മറ്റൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ ഞാൻ മാസ്റ്റർ വിശ്വരചയിതാവാണ്, അതുകൊണ്ട് ഇതെല്ലാം അനുഭവിക്കാനുള്ള സ്വാതന്ത്ര്യം, അത് അധികാരം എനിക്കുണ്ട്. എങ്ങനെ തോട്ട് ക്രിയേറ്റ് ചെയ്യണം? ഞാൻ മാസ്റ്റർ വിശ്വരചയിതാവാണ്, ഈ ധനവും സമ്പത്തും എല്ലാം തന്നെ എൻ്റെ ജന്മസിദ്ധ അവകാശമാണ്. ഒരിക്കൽ കൂടെ ഞാൻ പറയുകയാണ്, ഞാൻ മാസ്റ്റർ രചയിതാവാണ്, ഈ ധനവും സമ്പത്തും എല്ലാം തന്നെ എൻ്റെ ജന്മസിദ്ധ അധികാരമാണ്, ഞാൻ ഇതിന് യോഗ്യതയുണ്ട്, എനിക്കിതുള്ളതാണ്, ഇതെൻ്റെയാണ്. ഈ ഒരു തോട്ട് എത്ര തവണ നമ്മളുള്ളിൽ നിന്ന് വരുന്നുണ്ടോ അത്രയും നമ്മളുള്ളിൽ നിന്ന് ശക്തിശാലിയായിക്കൊണ്ട് സമ്പന്നനാണ് എന്ന ഫീലിംഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഞാൻ സമ്പന്നനാണെന്നുള്ള തോട്ടും പോസിറ്റീവാണ്, പക്ഷെ അതിനേക്കാൾ പവർഫുള്ളാണ് ഞാൻ മാസ്റ്റർ രചയിതാവാണ്, അതുകൊണ്ട് ഇതെൻ്റെ ജന്മസിദ്ധ അധികാരമാണ് എന്നതായിരിക്കുന്ന ഫീലിംഗ്. ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ രാവിലെ ഉണർന്ന ഉടനെ തന്നെ അഥവാ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്, നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആളുകൾ, നല്ല ടാലൻ്റ് ഉള്ള ആളുകൾ, എന്നിട്ടും അവരെ ഹാർഡ് വർക്ക് അവർ നിരന്തരമായി ഹാർഡ് വർക്ക് ചെയ്തിട്ടും അവർക്ക് അത്രയും കഴിവുകൾ ഉണ്ടായിട്ടും അവരുടെ അടുത്തേക്ക് വേണ്ടത്രതായിട്ടുള്ള ധനം അവർക്ക് ആർജിക്കാൻ പറ്റാതെ കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ? അവർക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അവർക്ക് ആ ടാലൻ്റ് ഉണ്ട്, പക്ഷെ അവർ ഉള്ളിൽ നിന്ന് ആ ശക്തമായിരിക്കുന്ന സങ്കല്പത്തിന് കൂടെ ചേർക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് അത്രയും കഠിനമായിരിക്കുന്ന പരിശ്രമത്തിന് ശേഷവും ധനം അവരുള്ളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വരാത്തതിൻ്റെ ഒന്നാമത്തെ കാരണം. അതുകൊണ്ട് ഇന്ന് ഈ നിമിഷം മുതൽ നമുക്ക് നമ്മുടെ മറ്റെല്ലാ തോട്ട്സിനെയും മുറിച്ച് കളഞ്ഞേക്കണം അഥവാ കത്തിച്ച് കളഞ്ഞേക്കണം. ഞാൻ ഈശ്വരൻ്റെ മഹാവാക്യം ഓർത്തു പോകും. ഒരു വീക്ക്നെസ് അഥവാ ഒരു കാര്യത്തെ ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ, ഒരു വിത്ത് ഒരിക്കലും മുളയ്ക്കാതിരിക്കണമെങ്കിൽ അതിനെ കത്തിച്ച് ഭസ്മമാക്കി വെള്ളത്തിൽ കൊണ്ട് ഒഴുക്കിക്കളയാൻ, അതുപോലെ നമ്മുടെ ആ പഴയ സങ്കല്പം, ഞാൻ സാധാരണ കുടുംബത്തിലെയാണ്, എൻ്റെ കയ്യിലധികം പൈസയൊന്നുമില്ല, ഞാൻ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്, എന്നെക്കൊണ്ടാവില്ല, ഇങ്ങനെയുള്ളതായിരിക്കുന്ന എല്ലാ സങ്കല്പങ്ങളും ഉണ്ടല്ലോ, എല്ലാത്തിനും കൂടി നമുക്ക് കത്തിക്കുക. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത്തരം നിങ്ങളുടെ മനസ്സിലുള്ളതായിരിക്കുന്ന എല്ലാ സങ്കല്പങ്ങളെയും ഒരു വലിയ ഷീറ്റ് എടുത്തിട്ട് മുഴുവൻ എഴുതി നിറച്ചോ, എന്നിട്ട് കൊണ്ടുപോയിട്ട് അഗ്നികുണ്ഡത്തിൽ സമർപ്പിക്കുക. കത്തിപ്പോയി, ഇതൊന്നും ഇനി എന്നെ ബാധിക്കില്ല എന്ന് ഉറച്ചു നിശ്ചയിക്കൂ. എന്നിട്ട് തോട്ട് ക്രിയേറ്റ് ചെയ്യൂ. ഞാൻ മാസ്റ്റർ രചയിതാവാണ്,
ഈ ധനവും സമ്പത്തും എല്ലാം എൻ്റെ ജന്മസിദ്ധ അധികാരമാണ്. ഒരിക്കൽ കൂടെ പറയുകയാണ്, ഞാൻ മാസ്റ്റർ രചയിതാവാണ്, ഈ ധനവും സമ്പത്തും എല്ലാം തന്നെ എൻ്റെ ജന്മസിദ്ധ അധികാരമാണ് എന്ന് എത്ര തവണ സാധിക്കുമോ അത്ര തവണ ഓർമ്മിപ്പിക്കൂ അവനവനെ. നമ്മൾ ചില മന്ത്രങ്ങളുണ്ടല്ലോ, മന്ത്രം ജപിക്കുന്തോറും ശക്തി ഉള്ളിൽ കൂടി 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 വരുന്നതായിട്ടുള്ള മന്ത്രം, ശക്തി മന്ത്രം, അല്ലെങ്കിൽ പല വിധത്തിലെ മന്ത്രങ്ങളുടെ പേര് പറയാറുണ്ട്. ഇത് നിങ്ങൾക്കുള്ള മന്ത്രം തന്നെയാണ്. ധനത്തെ നമ്മുടെ ഉള്ളിലേക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ളതായിരിക്കുന്ന മന്ത്രം തന്നെയാണ് ഞാൻ മാസ്റ്റർ രചയിതാവാണ്, ഈ ധനവും സമ്പത്തും എല്ലാം തന്നെ എൻ്റെ ജന്മസിദ്ധ അധികാരമാണ് എന്നത്. മറ്റൊരു കാര്യം, എൻ്റെ ഉള്ളിൽ ഞാൻ ആ ഒരു പറഞ്ഞ തോട്ട്, ഞാൻ മാസ്റ്റർ രചയിതാവാണ്, ഈ ധനവും സമ്പത്തുമെല്ലാം എൻ്റെ ജന്മസിദ്ധ അധികാരമാണ്, ഈ തോട്ട് പവർഫുള്ളായിട്ട് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് എത്ര തന്നെ ധനം കണ്ടാലും അവർ ഇന്ന വിധത്തിൽ പൊതുവേ ധനവാന്മാരുള്ളതായിരിക്കുന്ന ഫീലിംഗ് അത് നമ്മുടെ ഉള്ളിൽ മാറ്റം കൊണ്ടുവന്നേ പറ്റൂ. പലപ്പോഴും ഞാൻ കേൾക്കാറുണ്ട്, ഒരാൾ ധനം സമ്പാദിച്ചു കഴിഞ്ഞാൽ ധനം സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കുറുക്ക് വഴി ഇല്ലാതിരിക്കില്ല. ആരെ തട്ടിച്ച് വെട്ടിച്ചെടുത്തിട്ടാണാവോ ഇങ്ങനെ പൈസക്കാരനായിരിക്കുന്നത്? പെട്ടെന്ന് പണക്കാരനായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കുറുക്ക് വഴി ഇല്ലാതെ ഒന്നും ആവില്ല. ഇത്തരത്തിൽ പൊതുവേ ധനവാന്മാരെ കുറിച്ചുള്ളതായിരിക്കുന്ന മനുഷ്യന്മാരുടെ തെറ്റായ ധാരണ, നമ്മുടെ ഉള്ളിൽ ആ ധാരണ ഉണ്ടെങ്കിൽ അങ്ങ് എടുത്ത് കളഞ്ഞേക്കൂ. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു കാര്യം പ്രൂവാണ്, ഒരു പക്ഷേ അവരുടെ കയ്യിൽ എന്തെങ്കിലും വഴികൾ ഉണ്ടായിട്ടുണ്ടാവാം, തെറ്റായ വഴി ഉണ്ടായിക്കോട്ടെ. പക്ഷേ ഞാൻ എന്തിന് അവരുടെ തെറ്റിനെ കണ്ടുകൊണ്ട് എൻ്റെ ഉള്ളിലെ പോസിറ്റീവ് എനർജീനെ നശിപ്പിക്കണം? അവരുടെ ആ ഒരു ധനം കിട്ടിയതായിട്ടുള്ള അവസ്ഥയിൽ എവിടെയോ അറിയാതെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന അസൂയയല്ലേ എന്നെക്കൊണ്ട് അവരങ്ങനെയാണ് ഇവരിങ്ങനെയാണെന്നൊക്കെ പറയിപ്പിക്കുന്നത്. അതുകൊണ്ട് അസൂയ എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അസൂയ ധനവാന്മാരോടല്ല, ധനവാൻ എന്നൊരു വ്യക്തി മാത്രമാണ്, അറിയാതെ വൈബ്രേഷൻ പോകുന്നത് ധനത്തിലേക്കാണ്. അതുകൊണ്ട് ധനവാന്മാരോട് ഉള്ളിൽ പുച്ഛമുണ്ടെങ്കിൽ, ധനവാന്മാരോട് മോശമായിരിക്കുന്ന വിചാരം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, ധനവാന്മാരോട് മാത്രമല്ല ആ വിചാരം, ധനത്തിനോട് കൂടിയാണ് ആ വിചാരം. അതുകൊണ്ട് എൻ്റെ ഉള്ളിൽ ധനവാന്മാരോടതായിട്ടുള്ള മോശം വിചാരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഉള്ളതായിരിക്കുന്ന കുഞ്ഞസൂയ, പറയുമ്പോൾ വിഷമിക്കരുത്, നമ്മളുള്ളിൽ അറിയാതെ ഉറങ്ങിക്കിടക്കുന്ന അസൂയയുടെ വേറൊരു ഭാവമാണ് ധനവാന്മാരോട് നമുക്കുള്ള പുച്ഛം. എന്തുകൊണ്ടോ അവർ നേടിക്കോട്ടെ, ഇപ്പോഴത്തെ അവരുടെ പ്രസൻറ്റ് കണ്ടീഷനിൽ അവർക്ക് യൂണിവേഴ്സ് അത് അലവ് ചെയ്തു കൊടുത്തുവെങ്കിൽ ആ സാധനം അവരുടെ കയ്യിൽ വരാനുള്ള ഒരു കാരണം ഉണ്ടായിരിക്കണമല്ലോ. അതുകൊണ്ട് ആരുടെ നന്മയിലും സന്തോഷിക്കാൻ പഠിക്കണം. ഒരാൾക്ക് എത്ര ധനം കിട്ടുമ്പോഴും ഇത്രയും ധനം അവർക്ക് കിട്ടി, ഐ എം റിയലി ഹാപ്പി എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റണം. അതുകൊണ്ട് മറ്റുള്ള ഒരാൾ ഉയർച്ചയിൽ അസൂയ എന്നൊരു സാധനം ഉണ്ടെങ്കിൽ, അസൂയ എന്ന് പറയുന്നത് വലിയൊരു ദുർവികാരമാണ്, അതൊരു ക്യാൻസർ പോലെയാണ്. നമ്മുടെ ഉള്ളിലിരുന്ന് അത് തിരികെ നമ്മുടെ ഉള്ളിൽ ക്യാൻസർ അങ്ങനെയാണല്ലോ, ആദ്യം ഒരു കോശത്തിനെ ബാധിക്കും, അതിൽ നിന്ന് മറ്റു കോശങ്ങളിലേക്ക് ബാധിക്കും, അങ്ങനെ പതുക്കെ ശരീരത്തെ മുഴുവൻ കാർന്നു തിന്നും. അതുപോലെ അസൂയ എന്ന വികാരം ആദ്യം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ രൂപത്തിലിരിക്കുന്നുണ്ട് എങ്കിൽ അത് പതുക്കെ സ്പ്രെഡായി നമ്മുടെ പേഴ്സണാലിറ്റീനെ മുഴുവൻ നെഗറ്റീവായി കൺവേർട്ട് ചെയ്ത് കളയും. അതുകൊണ്ട് ആ ക്യാൻസറിനെ എടുത്ത് കളഞ്ഞേ പറ്റൂ. അതുകൊണ്ട് മറ്റുള്ളവരുടെ സക്സസ്സിൽ, മറ്റുള്ളവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടം വരുമ്പോൾ, മറ്റുള്ളവർക്ക് ഇഷ്ടം പോലെ ധനം വന്നു ചേരുമ്പോൾ ഒക്കെ അവരെ കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കുക വേണ്ടേ? ഒരാൾക്ക് നല്ലൊരു വീടുണ്ടാക്കാൻ പറ്റുമോ? സന്തോഷിക്കുക. ഒരാൾക്ക് ഇഷ്ടം പോലെ പൈസ വരുമാനം കിട്ടിയോ? സന്തോഷിക്കൂ. ഒരാൾക്ക് ലോട്ടറി അടിച്ചോ? ഹാപ്പിയസ്റ്റ് ആവൂ. അങ്ങനെ എന്ത് കാണുമ്പോഴും നമ്മൾ എന്തിനെയാണോ എന്നിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് കാണുമ്പോൾ മുഴുവൻ നിങ്ങൾക്ക് അളവറ്റ സന്തോഷം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ധനം നിങ്ങളുടെ ഉള്ളിലേക്ക് ആകർഷിച്ചു വരും. അഥവാ മറ്റൊരാളുടെ ഉയർച്ചയിൽ അസൂയ വരുന്നുണ്ടെങ്കിൽ, അവർക്ക് നിറച്ചു പൈസ കിട്ടുമ്പോൾ ഇത്രയൊക്കെ ഞാൻ പരിശ്രമിച്ചു എന്നിട്ട് അവർക്ക് കിട്ടി, എനിക്ക് കിട്ടിയില്ലല്ലോ എന്നാണ് വിഷമിക്കുന്നതെങ്കിൽ എനിക്ക് അസൂയയല്ല, എനിക്കിങ്ങനെ ആയിപ്പോയെന്നുള്ള വിഷമമാണ്. അതിൻ്റെ വേറൊരു പേരാണ് അസൂയ എന്ന്. അതുകൊണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അസൂയേനെ എടുത്തു കളഞ്ഞേക്കുക. മറ്റുള്ളവരുടെ ഓരോ കൊച്ചു നേട്ടത്തിലും വലിയ നേട്ടത്തിലും എല്ലാത്തിലും നിങ്ങൾക്ക് സന്തോഷിക്കാൻ സാധിക്കുമെങ്കിൽ പൈസ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്തു വരും. അതുകൊണ്ട് പൈസ എന്നത് ശുദ്ധമായിട്ടൊരു ഊർജ്ജമാണ്. ആ ഊർജ്ജം നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ, നമ്മൾ കേട്ടിട്ടില്ലേ ദീപാവലി സമയത്ത് ലക്ഷ്മിയെ ആഹ്വാനം ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത് വീട് മുഴുവൻ വൈറ്റ് വാഷ് ചെയ്യും, പെയിൻറ്റ് ചെയ്യും, ക്ലീൻ ചെയ്യും, പുതിയ വസ്ത്രങ്ങളാക്കും, പുതിയ കണക്കാക്കും, ഒക്കെ പുതിയതാക്കും.
എന്തുകൊണ്ടാണ് പോസിറ്റീവ് എനർജിയാണ് ലക്ഷ്മീനെ ആവാഹിക്കുക അഥവാ ധനത്തിനെ ആവാഹിക്കുക. പുറത്തുള്ള വീട് ശുദ്ധാക്കും പോലെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലെ എൻ്റെ ഉള്ളിലതായിരിക്കുന്ന അശുദ്ധീനെ കളഞ്ഞുകൊണ്ട് എല്ലാം പുതിയ പോസിറ്റീവ് തോട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചാൽ പോസിറ്റീവായിരിക്കുന്ന ധനത്തിനെ എൻ്റെ ഉള്ളിലേക്ക് എനിക്ക് ആവാഹിക്കാനും സാധിക്കും. അതുകൊണ്ട് രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാവരുടെ നേട്ടത്തിലും എല്ലാ നേട്ടത്തിലും നമുക്ക് സന്തോഷിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ, ഞാൻ മാസ്റ്റർ വിശ്വരചയിതാവാണ്, എല്ലാ ധനവും സമ്പത്തും എൻ്റെ ജന്മസിദ്ധ അധികാരമാണ്. രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എല്ലാവരുടെ സന്തോഷത്തിലും എനിക്ക് സന്തോഷിക്കാൻ സാധിക്കണം, എല്ലാവരുടെ നന്മയിലും എനിക്ക് ആ ആനന്ദവും സന്തോഷവും കണ്ടെത്താനായിട്ട് എനിക്ക് സാധിക്കും എന്നുള്ളതാണ്. മൂന്നാമത്തെ പോയിന്റ്, എന്താണോ നമുക്കുള്ളത് അതിൽ സന്തോഷിക്കാൻ നമ്മൾ പഠിക്കണം. സാറ്റിസ്ഫാക്ഷൻ എന്നത് സാധനങ്ങളുടെ ആധാരത്തിൽ മാത്രം നമ്മൾ വന്നു ചേരുന്ന ഒന്നല്ല. എന്ത് ഉണ്ടോ അതിൽ നമ്മൾ സന്തോഷിക്കുമെങ്കിൽ മാത്രമാണ് എന്തില്ലാത്തതുണ്ടോ അത് നമ്മളിലേക്ക് വരുന്നത്. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അതിന് നന്ദി പറയാൻ, നമ്മൾ ഈശ്വരനോട് നന്ദി പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. എനിക്കുള്ളത് ഒരു കൊച്ചു വീടാണെങ്കിലും, ഒരു വലിയ വീട് ഡ്രീം ചെയ്യണ്ട എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ ആ ഒരു കൊച്ചു വീട് എനിക്കുണ്ടെങ്കിൽ എനിക്ക് ആ വലിയ വീടില്ലല്ലോ എന്നൊരിക്കലും വിചാരിക്കരുത്. അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഉള്ള വീട് തന്നെ നമുക്ക് സംതൃപ്തി തരാത്ത ഒന്നായിട്ട് മാറുകയുള്ളൂ. അതുകൊണ്ട് എന്ത് വീട് എനിക്കുണ്ടോ ആ വീടിന് വേണ്ടി ഭഗവാനോട് നന്ദി പറയണം. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സംതൃപ്തിയുടെ ഒരു വൈബ്രേഷൻ മാത്രമേ വരാവൂ. സംതൃപ്തമായ വൈബ്രേഷന് മാത്രമേ മറ്റൊരു പോസിറ്റിവിറ്റിയെ നമ്മളിലേക്ക് ആകർഷിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഒരു ചെറിയ വീടേ നമുക്കുള്ളൂ, അതിലും നമ്മൾ ഹാപ്പിയാണ്. ഒരു ചെറിയ വരുമാനമേ നമുക്കുള്ളൂ, അതിലും നമ്മൾ ഹാപ്പിയാണ്. നമ്മൾ ഹാപ്പിയാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വേറൊരു കാര്യത്തെ നമ്മൾക്ക് അട്രാക്റ്റ് ചെയ്യില്ല എന്നോ ഒരു പോസിറ്റീവ് എനർജി നമ്മൾ സ്വീകരിക്കില്ല എന്നോ അല്ല. പക്ഷേ എനിക്ക് ഇതേ ഉള്ളൂ എന്നുള്ള വിചാരം വന്നു കഴിഞ്ഞാൽ അതോടുകൂടി എനിക്കില്ല എന്നതായിട്ടുള്ള ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യപ്പെടും. നമ്മുടെ ഉള്ളിലേക്ക് ആ പോസിറ്റീവ് തോട്ട് അട്രാക്റ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് എന്തുണ്ടോ അതിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കൂ. ഞാൻ എൻ്റെ അമ്മ പറഞ്ഞ ഒരു ചൊല്ല് ഓർത്ത് പോകും, തന്നതും തിന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെയും പടച്ചോൻ തന്നുകൊണ്ടിരിക്കുമെന്ന്. മുത്തശ്ശിമാരുടെ നാടൻ ചൊല്ലാണ്. പക്ഷെ അതിനുള്ളൊരു വലിയ സീക്രട്ട് ഉണ്ട്. എൻ്റെ കയ്യിൽ എന്തുണ്ടോ ആ ഉള്ളതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ആ സംതൃപ്തി സ്വാഭാവികമായിട്ടും നിങ്ങളുള്ളിൽ നിന്ന് പോസിറ്റീവ് വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യും. ആ പോസിറ്റീവ് വൈബ്രേഷൻ നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള എനർജീനെ അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ഈ 3 കാര്യം നമ്മുടെ ലൈഫിൽ നമ്മുടെ സംസ്കാരമാക്കി മാറ്റണം. ഒന്നാമത്തെ കാര്യം, ഞാൻ മാസ്റ്റർ വിശ്വരചയിതാവാണ്, ഈ ലോകത്തെ സമ്പത്തും സമൃദ്ധിയും എല്ലാം എൻ്റെ ജന്മസിദ്ധ അധികാരമാണ് എന്ന തോട്ട്. രണ്ടാമത്തെ, എല്ലാവരുടെയും സന്തോഷങ്ങൾ എൻ്റെ സന്തോഷങ്ങളാണ്, എല്ലാവർക്കൊപ്പം ഞാൻ സന്തോഷിക്കും എന്നതായിരിക്കുന്ന ഫീലിംഗ്. മൂന്നാമത്തെ, എനിക്കെന്തുണ്ടോ അതിൽ ഞാൻ സംതൃപ്തനാണ് എന്ന് പറയാറില്ലേ നമ്മൾ, ഉള്ളത് കൊണ്ട് ഓണം പോലെ. എന്തുണ്ടോ അതിൽ സംതൃപ്തമായൊരു ജീവിതം എല്ലാ ഹാപ്പിനെസ്സിനും നമ്മുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ഈ 3 കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം, എങ്കിലേ ധനത്തിനെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ നമ്മൾ ഡെയിലി റൂട്ടീനിൽ നമ്മൾ പറയുന്ന പോലെ അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മണി ആകർഷിക്കണമെന്നില്ല. മെഡിറ്റേഷൻ എന്നത് നമ്മളെ ചാർജ് ചെയ്യാനുള്ള പ്രോസസ്സാണ്. ആ സമയത്ത് മറ്റെല്ലാത്തിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയിക്കൊണ്ട് നമ്മൾ ആ ഒരു പോസിറ്റീവായിട്ട് എനർജിയെ നിറയ്ക്കുക, നമ്മുടെ മനസ്സിനെ കാമാക്കുക. എത്ര മനസ്സ് ശാന്താവുന്നുണ്ടോ, എത്ര ശക്തിയുടെ വൈബ്രേഷൻ സ്വീകരിക്കുന്നുണ്ടോ, എത്രത്തോളം നമ്മളുള്ള സ്നേഹത്തെ നമ്മൾ അനുഭവം ചെയ്യുന്നുണ്ടോ, അത്രയും മനസ്സിൽ ഫുൾഫിൽമെൻറ്റ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിൽ നിന്ന് തന്നെത്താനൊരു ആന്തരിക സുഖം വരാൻ തുടങ്ങും. ആ ആന്തരികമായിരിക്കുന്ന സുഖം എന്തൊരു കാര്യത്തിനും നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന ഊർജ്ജമായിട്ട് മാറുകയും ചെയ്യും. അതുകൊണ്ട് പോസിറ്റീവ് എനർജിയുടെ ഒരു നിധിയായിട്ട് നിങ്ങൾ മാറണം. അപ്പോഴാണ് വളരെ വേഗം നമ്മളിലേക്ക് ധനം അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. ഇനി ധനം അട്രാക്റ്റ് ചെയ്യാനുള്ളതായിരിക്കുന്ന ഒരു കൊച്ചു ടെക്നിക്ക് അതുകൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് ആദ്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് 24 hours റിസൾട്ട് വരേണ്ടതാണ്. ശ്രമിക്കണം, നിങ്ങൾ എത്ര ഇൻവോൾവ് ആയിക്കൊണ്ട് നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അത്രയും വേഗം ധനം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരും. 24 മണിക്കൂറിനുള്ളിൽ തന്നെ. അത് പറയുമ്പോൾ ഞാൻ പറയുകയാണ്, ധനം അട്രാക്റ്റ് ചെയ്ത് വരുന്ന ചില അർത്ഥം സാലറി കിട്ടുന്നതിൻ്റെ തലേദിവസം ഈ ടെക്നിക്ക് ചെയ്തിട്ട് പിറ്റേ ദിവസം നിങ്ങൾക്ക് സാലറി കിട്ടിയാൽ ഓ ധനം വന്നല്ലോ എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. കാരണം അത് എക്സ്പെക്റ്റഡ് ആണ്. ആ ധനം നിങ്ങൾക്ക് വരുന്നുള്ള കാര്യത്തിൽ നിശ്ചിതമാണ്. അതേസമയം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സാധനം വാങ്ങാൻ നിങ്ങൾ പോകുന്ന ഒരു ഗിഫ്റ്റ് കൂപ്പൺ അവിടെ നിന്ന് കിട്ടുന്നു, അതിൻ്റെ എക്സ്ട്രാ എമൗണ്ട്, അത് നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നു ചേരുന്നതാണ്. നമുക്കൊരാൾ പൈസ തരാനുണ്ട്, അയാളുടെ പൈസ കിട്ടും നമ്മൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ലായിരുന്നു, ആ സമയത്ത് ആ പൈസ നമുക്ക് വന്നു ചേർന്നു, അതും നമുക്കൊരു അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കുന്ന മണിയാണ്. അതിന് നമുക്ക് നമ്മുടെ മാനിഫെസ്റ്റേഷൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് പറയാം.
അതല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റായിട്ട് മണി കൊണ്ട് തരികയാണെങ്കിൽ അതിനും നമുക്ക് പറയാം ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മണിയാണ്. നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നതായിരിക്കുന്ന ആ ഒരു വഴികളിലല്ലാതെ എക്സ്ട്രാ മണി നമ്മുടെ അടുത്ത് വന്ന് ചേരുകയാണെങ്കിൽ അത് നമുക്ക് മാനിഫെസ്റ്റേഷൻ്റെ റിസൾട്ട് എന്ന് പറയാം. എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് 2000 രൂപയുടെ ഒരു നോട്ടാണ്. 2000 തന്നെ വേണം എന്ന് നിർബന്ധമൊന്നുമില്ല. 2000 500 ഏതെങ്കിലും ഒരു നോട്ട് കയ്യിലെടുക്കുക. അത് കഴിഞ്ഞ ശേഷം, കാരണം നമ്മളുടെ വിഷ്വലൈസേഷനിൽ പൂർണ്ണമായിട്ടും മണി നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് ആദ്യം തന്നെ ഈ മണി എടുക്കുക, ഈ നോട്ട് എടുക്കുക. ഈ നോട്ട് എടുത്തിട്ട് അത് നന്നായിട്ട് നോക്കുക. 1 മിനിറ്റ് സമയം കഴിയുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളും നിങ്ങളുടെ കയ്യിൽ ഒരു 2000 രൂപയുടെ നോട്ട് എടുത്തിട്ട് എൻ്റെ കൂടെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. എന്നിട്ട് കുറച്ച് സമയം ഈ നോട്ടിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് അതിൽ കൊടുത്തായിട്ടുള്ള ചിത്രം, ഗാന്ധിജിയുടെ ചിത്രം, പിന്നെ കുറച്ച് ബബിൾസ് ഇട്ട് അതിനുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 2000 രൂപ എന്ന് ഹിന്ദിയിൽ എഴുതിയിട്ടുണ്ട്, റിസർവ് ബാങ്ക് എഴുതിയിട്ടുണ്ട്. അതുമേ ഭാഷകളിൽ ഞാൻ ഈ നോട്ടിലൂടെ 2000 രൂപ ഇവർക്ക് കൊടുക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും എഴുതിയിട്ടുണ്ട്. പിന്നെ 5 CB എന്ന് പറഞ്ഞിട്ട് ഇവിടെ റിസർവ് ബാങ്കിനൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. എംബ്ലം ഉണ്ട്, അതിൻ്റെ മുകളിലും താഴ്ത്തി എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് സമയം ഇതിൽ ഓരോ വാക്കിലൂടെയും നമ്മുടെ ശ്രദ്ധേനെ പൂർണ്ണമായി കൊടുത്തുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇതിലൂടെ ഇങ്ങനെ പാസ് ചെയ്യാം. നോട്ട് തിരിക്കുക. അത് കഴിഞ്ഞ ശേഷം അടുത്ത ഭാഗത്തും അത് പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധയോടെ അതിൽ കൊടുത്തതായിരിക്കുന്ന നമ്മുടെ ചിഹ്നങ്ങളെ, അതിൻ്റെ ശൂന്യാകാശ വാഹനങ്ങളെ കാണിച്ചിട്ടുണ്ട്. ബാക്കി സിംബൽസ് കാണിച്ചിട്ടുണ്ട്. താഴെ കുറച്ച് നക്ഷത്രങ്ങളുടെ മൃഗങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഭാരതീയ റിസർവ് ബാങ്കിന് ഗാന്ധിജിയുടെ കണ്ണാട, 2000 രൂപ എന്നുള്ളത്, പിന്നെ 15 ഭാഷയിൽ 2000 രൂപ എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇംഗ്ലീഷിൽ ഹിന്ദിയിൽ ഒക്കെ 2000 രൂപയാണ് എഴുതിയിട്ടുള്ളത്. ഇത് നന്നായിട്ട് നോക്കി നിൽക്കുക. രണ്ടായിരത്തിന് നോട്ടിൽ മംഗൾയാൻ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ചന്ദ്രനിലേക്ക്, അതാ ചന്ദ്രയാൻ. എല്ലാ നാളുകാരുടെയും സിംബൽസിനെ ഇതിൽ കാണിച്ചിരിക്കുകയാണ്. കുറേ ചിത്രങ്ങളുണ്ട്. ഇങ്ങനെ പൂർണ്ണമായിട്ട് ഈ നോട്ടിന് നോക്കിക്കഴിഞ്ഞ ശേഷം കണ്ണുകളടയ്ക്കുക. കണ്ണുകളടച്ചിട്ട് നമ്മുടെ മുന്നിൽ കാണുക. ആ നോട്ട് നമ്മുടെ മുന്നിൽ ഇതാ വന്നിട്ടുണ്ട്. മനസ്സിലേക്ക് പൂർണ്ണമായിട്ട് ആ നോട്ടിൻ്റെ ചിത്രത്തെ കാണുക. ആ 2000 രൂപയുടെ നോട്ട്, അതിൻ്റെ ചിത്രം, ഗാന്ധിയുടെ തല എഴുതിയിട്ടുള്ളത്, മറുഭാഗത്തെ ചന്ദ്രയാൻ്റെ ചിത്രം, 15 ഭാഷകളിൽ എഴുതിയത്, സത്യമേവ ജയത എഴുതിയതായിട്ടുള്ള എംബ്ലം. അങ്ങനെ ഈ നോട്ടിലെല്ലാ എഴുതിയ ഭാഗങ്ങളും വായിച്ചു. എല്ലാം കഴിഞ്ഞ ശേഷം കണ്ണുകളടയ്ക്കുക. ശരിക്കും നമുക്ക് കാണാം മുന്നിൽ ആ നോട്ട് അതേ രൂപത്തിൽ. എന്നിട്ട് പറയാം, ഐ ലവ് മണി, മണി ലവ്സ് മീ ബാക്ക്. ഐ ലവ് മണി, മണി ലവ്സ് മീ. ഐ ലവ് മണി, മണി ലവ്സ് മീ. ഇത് പറയുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നോട്ടുകൾ ഇങ്ങനെ ഒഴുക്കി നിറയാണ് ഇവിടെ മുഴുവൻ. ഈ 2000 നോട്ടുകൾ കൊണ്ട് ഈ സ്ഥലം മുഴുവൻ നിറഞ്ഞു കഴിഞ്ഞു. നോട്ട് സൂക്ഷിച്ച എല്ലാ സ്ഥലങ്ങളിലും, സൂക്ഷിക്കുന്ന എല്ലാ സ്ഥലത്തിലും, ബുക്ക് ഷെൽഫിൽ പോലും നോട്ടുകെട്ടുകൾ നിറഞ്ഞു കഴിഞ്ഞു. ഐ ലവ് മണി, മണി ലവ്സ് മീ. 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 മുഖത്ത് നല്ല പുഞ്ചിരി വേണം. ആ സന്തോഷം, പൈസ ഒഴുകി നിറഞ്ഞതിൻ്റെ ഹാപ്പിനെസ്, ആ സമൃദ്ധിയുടെ സുഖം എല്ലാം കണ്ണിലും മനസ്സിലും മുഖത്തും ചിരിയിലും എല്ലാം നിറഞ്ഞു നിൽക്കണം. ഐ ലവ് മണി, മണി ലവ്സ് മീ. ഐ ലവ് മണി, മണി ലവ്സ് മീ. ഇങ്ങനെ
കുറച്ച് സമയം എഗെയിൻ ആൻഡ് എഗെയിൻ ഇത് കണ്ടുകൊണ്ട് എത്ര സമയം നിങ്ങൾക്കിത് കണ്ടിരിക്കാൻ പറ്റുന്നു അത്ര സമയം ഇതിനെ കണ്ടിരിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 7 to 15 ടൈംസ് എങ്കിലും ഇത് റിപ്പീറ്റ് ചെയ്ത് കാണുക. അത് കഴിഞ്ഞ ശേഷം കിടന്നുറങ്ങിക്കോളൂ. നാളെ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ആയിക്കൊണ്ട് ഏതെങ്കിലും ഒരു എമൗണ്ട് നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും. ഇതെത്ര കീനായിക്കൊണ്ട് ശ്രദ്ധയോട് കൂടിയിട്ട് എത്ര ഇൻവോൾവ് ആയിക്കൊണ്ട് നിങ്ങൾ അട്രാക്റ്റ് ചെയ്തിട്ടുണ്ടോ അത്രയും വേഗം ആ കാര്യം ധനം നമ്മുടെ അടുത്തേക്ക് ഒഴുകിയെത്തിയിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. ഒപ്പം ഞാൻ നിങ്ങൾക്കൊരു മണി അട്രാക്റ്റിംഗ് കമൻട്രി കൂടെ പറയുന്നുണ്ട്. ആ കമൻട്രി ദിവസവും നിങ്ങൾക്ക് എമർജൻസി പൈസ വേണമെന്നുണ്ടെങ്കിൽ ഉറങ്ങുന്നേക്കാൾ മുന്നേ ആ കമൻട്രി കേട്ട് അത് ഫീൽ ചെയ്ത് ഉറങ്ങിയേക്കണം. എന്നാൽ തീർച്ചയായിട്ടും പണം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരും. ഓം ശാന്തി. ഓം ശാന്തി. ഇന്ന് നിങ്ങളേറെ കാത്തിരുന്ന ഒരു മെഡിറ്റേഷൻ ടെക്നിക്കാണ് നമ്മൾ സ്വന്തമാക്കാൻ പോകുന്നത്. എല്ലാ കാര്യത്തിനും ധനം ആവശ്യമാണ് എന്നെനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളുടെ ധനത്തിൻ്റെ ആ ഒരു സ്റ്റേജ് അതെപ്പോഴും ഫിനാൻഷ്യലി സൗണ്ട് എന്ന് പറയുന്ന അവസ്ഥയാവണം എന്ന് തന്നെയാണ് എൻ്റെ തീവ്രമായ ഇച്ഛ. അതുകൊണ്ട് എൻ്റെ അനുഭവം ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഓർക്കുന്നു. എപ്പോഴൊക്കെ ആവശ്യം വരുന്നുണ്ടോ അപ്പോഴൊക്കെ എൻ്റെ എനർജിയെ ഒന്ന് ടേൺ ചെയ്യുമ്പോൾ എനിക്ക് ആവശ്യത്തിന് വേണ്ടതായിട്ടുള്ള പൈസ അതെത്ര തന്നെയാണെങ്കിലും എൻ്റെ അടുത്തേക്ക് ഒഴുകി വരാറുണ്ട്. അതുകൊണ്ട് ഒരുപാട് പൈസ കൊണ്ട് അതിൻ്റെ മേലെ പൈസ എണ്ണി സന്തോഷിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കാറില്ല. ബിക്കോസ് അതും നമ്മുടെ ഉള്ളിലൊരു ബ്ലോക്കായിട്ട് മാറും. കാരണം അത് നമ്മൾ അട്രാക്റ്റഡ് ആവും, അഡിക്റ്റഡ് ആവും. അതുകൊണ്ട് ഒരു കാര്യം, ധനത്തെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, ധനത്തെ ആകർഷിക്കുമ്പോൾ എത്ര അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിക്കൊണ്ട് നിങ്ങളതിനെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ടോ അത്രയും വേഗം അത് നമ്മുടെ അടുത്തേക്ക് വരും. ആ കാര്യം ഒരിക്കലും മറക്കരുത്. എന്നാലും ഇന്ന് ആവശ്യത്തിന് ധനം നിർബന്ധമായിട്ട് നമുക്ക് ഉണ്ടാവുകയും വേണം. അതുകൊണ്ടുള്ള മെത്തേഡാണ് ഞാൻ അത് പറഞ്ഞു തരുന്നത്. ഒരു കാര്യം, നമ്മൾ നേരത്തെ ചെയ്ത ടൂൾസിൽ അത് 2 cup മെത്തേഡ് അല്ലെങ്കിൽ 50/5 മെത്തേഡ് ഓർ 24 hours മാനിഫെസ്റ്റേഷൻ അഥവാ അൺഎക്സ്പെക്റ്റഡ് മണി അട്രാക്ഷൻ മെത്തേഡ്, ഇതേത് ഉപയോഗിക്കുമ്പോഴും നിങ്ങൾക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാം. കാരണം മെഡിറ്റേഷനിലൂടെ മണി അട്രാക്റ്റ് ചെയ്യാനുള്ളതായിട്ടുള്ള ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് രാത്രി ഉറങ്ങുന്ന സമയത്താണ്. അതുകൊണ്ട് മണി അട്രാക്റ്റ് ചെയ്യുന്ന ഈ മെഡിറ്റേഷൻ നിങ്ങൾക്ക് ഉണർന്നിരുന്ന് ഡീപ്പ് മെഡിറ്റേഷൻ സ്റ്റേജിലും നിങ്ങൾക്ക് ചെയ്യാം. അഥവാ ഉറങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇതിനെ ഉപയോഗപ്പെടുത്തണം. നിങ്ങൾക്ക് ആവശ്യമുള്ള പൈസ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കണം. ഓക്കെ, നമ്മളിപ്പോൾ ആദ്യം നമുക്ക് മെഡിറ്റേഷനിലൂടെ ചെയ്യാം. അഥവാ നിങ്ങൾ കിടക്കുന്ന സമയത്ത് ഇത് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നീണ്ടു നിവർന്ന് കിടക്കണം, മലർന്ന് കിടക്കണം. ചെരിഞ്ഞോ അല്ലെങ്കിൽ വേറെ വേറെ പോസുകളിലായിട്ട് ഉറങ്ങരുത്. നിൽക്കുന്ന പോലെ കിടക്കുക എന്ന് നമ്മൾ പറയാറില്ലേ, അതേപോലെ മലർന്ന് കിടന്ന് ശ്വാസഗതിയിൽ ശ്രദ്ധിച്ച് 2-3 തവണയെങ്കിലും മിനിമം ദീർഘശ്വാസത്തെ വലിച്ചു വിട്ട ശേഷം നിങ്ങളുടെ ശ്രദ്ധയെ പുറം ലോകത്തിനെല്ലാം വിഡ്രോ ചെയ്ത്, നമ്മളിതുവരെ പഠിച്ച പോലെ എങ്ങനെയാണ് ഉറങ്ങേണ്ടത്, വിധി അത് പ്രകാരം വേണം ഉറങ്ങാൻ. കാരണം നമ്മുടെ ഓരോരോ കൊച്ചു കർമ്മങ്ങൾ പോലും അതിന് ബ്ലോക്കും ആവും. നമ്മുടെ കൊച്ചു കർമ്മങ്ങൾ പോലും അതിനെ അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് കത്തെഴുതി മനസ്സിനെ ഭാരമില്ലാതാക്കി നമ്മുടെ പ്ലാനിങ് എല്ലാം കഴിഞ്ഞ് മനസ്സിനെ വാണ്ടറിങ്ങിൽ നിന്ന് രക്ഷിച്ച് ഫ്രഷായിട്ടുള്ള ശരീരത്തോടെ ഫ്രഷായ മനസ്സോടെ കംപ്ലീറ്റ് റിലാക്സ്ഡായി മെഡിറ്റേഷന് ശേഷം നിങ്ങളുടെ കിടക്കയിൽ കിടന്ന് നിങ്ങളിരിക്കുന്ന പോലെ നിൽക്കുന്ന പോലെ കിടക്കുക. കൈകളെ 2 നിവർത്തി റിലാക്സ് ചെയ്ത് വയ്ക്കുക. ശരീരത്തെ പൂർണ്ണമായിട്ടും കാലിൻ്റെ പെരുവിരൽ മുതൽ തലവരെയുള്ള ഭാഗത്ത് റിലാക്സ് ചെയ്തെടുക്കുക. പതുക്കെ ശ്രദ്ധേനെ ഭ്രൂമധ്യത്തിലേക്ക് കൊണ്ടുവരിക. നമുക്ക് മറ്റെല്ലാ ഭാഗത്തു നിന്നും ഇപ്പോൾ ശ്രദ്ധയെ പൂർണ്ണമായും ഉൾവലിച്ചിരിക്കുന്നു. വളരെ സുഖകരമായ അവസ്ഥയിൽ കിടക്കയിൽ നമ്മുടെ ശരീരം കിടക്കുന്നുണ്ട്. ഭ്രൂമധ്യത്തിൽ തീക്ഷ്ണ പ്രകാശത്തോടുകൂടി ഞാനിന്ന് ആത്മാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ തികച്ചും ശാന്തമാണ്. ഞാൻ എൻ്റെ സമ്പൂർണമായ
സാമ്പത്തിക സ്ഥിതി നേടിയെടുത്ത എൻ്റെ അവസ്ഥയെ ഇപ്പോഴെൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. ആവശ്യത്തിനുള്ള ധനം, ഒരിക്കലും റീതിങ്കിങ് വേണ്ടി വരാത്ത പ്ലാനുകൾ, ആരെയും സഹായിക്കാൻ വിധം ശക്തമായ ധനത്തിൻ്റെ കരങ്ങൾ എൻ്റെ കൂടെയുണ്ട്. ഒരിക്കലും ഞാൻ ധനത്തിനെ ദുർവിനിയോഗം ചെയ്യുകയില്ല. അനാവശ്യമായ ആഹാരത്തിനും തമോ പ്രധാനമായ കർമ്മങ്ങൾക്കും വേണ്ടി ഞാൻ എൻ്റെ ധനം ഉപയോഗിക്കുകയില്ല. ധനം അത് ഊർജമാണ്, പോസിറ്റീവ് എനർജിയാണ്. ധനം എന്നും എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ ധനത്തിനെയും സ്നേഹിക്കുന്നു. ഞാൻ ധനികരോടും വിജയം നേടുന്നവരോടും പൂർണ്ണമായും സ്നേഹമുള്ളവരാണ്. ആരോടും എനിക്ക് യാതൊരു രീതിയിലുള്ള ഈർഷ്യയോ നെഗറ്റീവായ വൈബ്രേഷൻസോ ഇല്ല. എല്ലാവരും അവനവൻ്റെ കർമ്മം കൊണ്ട് സൗഭാഗ്യം നേടുന്നവരാണ്. ഞാൻ എല്ലാവരെയും ആദരിക്കുന്നു, എല്ലാവരെയും സ്നേഹിക്കുന്നു, ധനത്തെ സ്നേഹിക്കുന്നു. ധനം പോസിറ്റീവ് എനർജിയാണ്. ഞാൻ ധനത്തെ സ്നേഹിക്കുന്നു, ധനം എന്നെ സ്നേഹിക്കുന്നു. പതിയെ പതിയെ നാണയങ്ങൾ വീഴുന്ന ശബ്ദം കേൾക്കുന്ന അനുഭവം ചെയ്താലും ഈ പ്രപഞ്ചം മുത്തുരത്നങ്ങളും സ്വർണ്ണ നാണയങ്ങളും നോട്ടുകളുമെല്ലാം എനിക്ക് വേണ്ടത്ര മാത്രയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം തന്നതിന് ഞാൻ പ്രപഞ്ചത്തോടും പരമാത്മാവിനോടും നന്ദി പറയുകയാണ്. ഇതിൻ്റെ എല്ലാം ഉറവിട സ്ഥാനത്ത് നിന്ന് ധനം എൻ്റെ സമീപത്തേക്ക് യാത്ര തിരിച്ചിരിക്കുന്നു. അത് വളരെ വേഗം ഒഴുകി എൻ്റെ കൈകളിൽ വന്നെത്തിച്ചേരുന്നു. ഞാൻ ധനത്തെ സ്നേഹിക്കുന്നു, ധനം എന്നെ സ്നേഹിക്കുന്നു. ഞാൻ ധനത്തിനെ ആദരിക്കുന്നു, ധനം എൻ്റെ ഗുണങ്ങളെ ആദരിക്കുന്നു. ഞാൻ ശ്രേഷ്ഠ കർമ്മങ്ങൾക്ക് വേണ്ടി ധനത്തെ ഉപയോഗിക്കുന്നു. ശ്രേഷ്ഠ കർമ്മങ്ങൾ എനിക്ക് സുഖം തരാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഞാൻ ധനത്തിനെ പാപകർമ്മങ്ങൾക്കൊരിക്കലും ഉപയോഗിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ധനമെന്ന പോസിറ്റീവ് എനർജി എന്നെ തേടി ഒഴുകി വരികയാണ്. ധനം ഒരിക്കലും ചീത്തയല്ല. ധനം ഏറ്റവും നല്ലതാണ്. ധനദേവി ഏറ്റവും നല്ലതാണ്. ഞാൻ എൻ്റെ കർമ്മത്തിലൂടെ ധനത്തിനെ ഈ സൃഷ്ടിക്ക് മുഴുവൻ സുഖം നൽകാൻ വിധം ഉപയോഗിക്കുന്നതാണ്. ഞാൻ ഈ ധനത്തിലൂടെ എൻ്റെ ജീവിതത്തെ ശ്രേഷ്ഠ കർമ്മങ്ങൾക്കുള്ള മാധ്യമമാക്കി മാറ്റുന്നതാണ്. ഈ പ്രപഞ്ചത്തിനോടും സൃഷ്ടിയോടും സൃഷ്ടികർത്താവിനോടും ഞാൻ എപ്പോഴും നന്ദിയുള്ളവളാണ്. ഞാൻ ധനത്തെ സ്നേഹിക്കുന്നു, ധനം എന്നെ സ്നേഹിക്കുന്നു. ധനം എന്നിലേക്ക് ഒഴുകി വരുന്നത് ഞാൻ കാണുന്നുണ്ട്. പതിയെ പതിയെ മുത്തുരത്നങ്ങളും സ്വർണ്ണ നാണ്യങ്ങളും നോട്ടുകളുമെല്ലാം ഒഴുകി വരുന്നത് അനുഭവം ചെയ്യൂ. ഈ പ്രപഞ്ചം അതിൻ്റെ സർവ്വസമ്പത്തുകൾ കൊണ്ടും എന്നെ അനുഗ്രഹിക്കുകയാണ്. ഭഗവാൻ രാത്രിയുടെ ഏകാന്തമായ യാമങ്ങളിൽ എൻ്റെ ഈ ശുദ്ധമായ സങ്കല്പങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു. അതിൻ്റെ സന്തോഷമായി ധനം എന്നിലേക്ക് വളരെ വേഗം ഒഴുകിയെത്തിയിരിക്കുന്നു. താങ്ക്സ് ഗോഡ്, താങ്ക്സ് യൂണിവേഴ്സ്, താങ്ക്സ് ഗോഡ്, താങ്ക്സ് യൂണിവേഴ്സ്. I'm really happy. I'm really healthy.
ഐ എം റിയലി വെൽത്തി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇത് നിങ്ങൾക്ക് ഉറങ്ങുന്ന സമയത്ത് ചെയ്യാനുള്ളതായിരിക്കുന്ന കമൻട്രിയാണ്. ഇതെത്ര തവണ അത് പതുക്കെ ഒഴുകി വരുന്നത് കണ്ട് കണ്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കുമോ, ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകും വരെ ആൽഫ സ്റ്റേജിൽ ഇത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോൾ വളരെ വേഗം ധനം നമ്മുടെ അടുത്തേക്ക് ഒഴുകി വരാനുള്ളതായ രീതിയിലുള്ള സാഹചര്യങ്ങൾ, ചാൻസസ്, നിങ്ങളുടെ ബിസിനസ് ഡെവലപ്മെൻറ്റ് അഥവാ നിങ്ങളുടെ കരിയറിലുള്ളതായിരിക്കുന്ന പ്രമോഷൻ, ഇതൊക്കെ വളരെ വേഗം നിങ്ങളെ തേടി എത്തിച്ചേരുന്നതാണ്. ഒരു കാര്യം കൂടിയുണ്ട്. ഇനി മറ്റൊന്ന്, നമ്മുടെ മെഡിറ്റേഷൻ സ്റ്റേജിൽ ചെയ്യുന്ന സമയത്ത് എങ്ങനെ വിഷ്വലൈസ് ചെയ്യണം, ആ വിഷ്വലൈസേഷൻ കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ഒപ്പം ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ചെയ്യാനുള്ള കമൻട്രി കൂടി പറഞ്ഞു തരുന്നതാണ്. ഒരിക്കൽ കൂടെ നമ്മുടെ മെഡിറ്റേഷൻ മുറിയിലേക്ക് ശരീരത്തെ അയച്ചിട്ട രീതിയിലിരുന്നാലും ടോട്ടൽ റിലാക്സ്ഡ്, കംപ്ലീറ്റ് റിലാക്സ്ഡ്. കാലിൻ്റെ പെരുവിരൽ മുതൽ തലയുടെ അറ്റം വരെയുള്ള എല്ലാ ഭാഗങ്ങളും കംപ്ലീറ്റ് റിലാക്സ്ഡ്. ശ്രദ്ധയെ ഭ്രൂമധ്യത്തിലേക്ക് കൊണ്ടുവന്നാലും ഞാൻ മാസ്റ്റർ സർവശക്തിവാനായ ആത്മാ സപ്തവർണ്ണങ്ങളിൽ തിളങ്ങുന്ന വെള്ളി നക്ഷത്രം പോലെ ഭ്രൂമധ്യത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. സർവശക്തനായ ഭഗവാൻ എൻ്റെ തലയ്ക്കു മുകളിൽ പരം ജ്യോതിയായി പ്രത്യക്ഷനായിരിക്കുന്നു. സർവശക്തനായ ഭഗവാനിൽ നിന്നും എൻ്റെ ശ്രേഷ്ഠ കർമ്മങ്ങളുടെ ഫലമായ സുഖമനുഭവിക്കാനുള്ള വരദാനം പ്രകാശകിരണങ്ങളായി ആത്മാവിൽ നിറഞ്ഞ് ശരീരം മുഴുവൻ വ്യാപിച്ച് എനിക്ക് ചുറ്റുമായി വ്യാപിക്കുകയാണ്. ആ പ്രകാശകിരണങ്ങളിൽ അനന്തമായ സമ്പാദ്യം എൻ്റെ ശ്രേഷ്ഠ കർമ്മങ്ങൾക്കുള്ള സപ്പോർട്ടായി എന്നിൽ വന്ന് പതിക്കുകയാണ്. ഈ ധനം ഞാൻ എൻ്റെ ശേഖരണ സ്ഥാനങ്ങളിലെല്ലാം, എൻ്റെ അലമാരി, എൻ്റെ ധനം സൂക്ഷിക്കുന്ന സ്ഥാനങ്ങൾ, എക്സ്ട്രാ ഒരുപാട് സ്ഥലങ്ങളിൽ എല്ലായിടത്തും ഞാൻ ധനത്തെ ആദരവോടെ എടുത്തു വച്ചിരിക്കുന്നു. ആ പ്രവാഹം നിരന്തരമായി എന്നിലേക്ക് ഒഴുകിയെത്തുകയാണ്. ആ പ്രകാശധാരയിൽ എനിക്ക് ചുറ്റും ധനം നോട്ടുകളായും നാണയങ്ങളായും മുത്തുരത്നങ്ങളായും ഒഴുകി നിറയുകയാണ്. ഹൃദയം കൊണ്ട് ഈശ്വരനോട് നന്ദി പറഞ്ഞ് ആദരവോടെ ധനത്തെ ഞാൻ സ്വീകരിക്കുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി. ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾ എസ്പെഷ്യലി പ്രത്യേകിച്ച് ധനം എമർജൻസി വേണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി ഓർമ്മിക്കണം. കഴിയുമെങ്കിൽ ഒരു 108 തവണ ഇതിനെ ആവർത്തിക്കണം. മൈ ഇൻകം ഈസ് ഇൻക്രീസിങ് കോൺസ്റ്റൻ്റ്ലി, അഥവാ എൻ്റെ വരുമാനം നിരന്തരമായി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഒരു 108 തവണ ഒരു ദിവസം പറയാനും മറക്കരുത്. ഈ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കണ്ണടച്ച് തുറക്കുമ്പോൾ എന്ന് പറയും പോലെ, കൈഞ്ഞൊടിയടയ്ക്കുള്ളിൽ എന്നൊക്കെ പറയും പോലെ നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ വരും. ധനം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്തെത്തും. നിങ്ങൾക്ക് ധനത്തിൻ്റെ യാതൊരു പ്രശ്നങ്ങളില്ലാത്തവരായി നിങ്ങൾ മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.